പോകുന്നതിന് മുന്നേ അമ്മമ്മേനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. പിന്നെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോവാതിരിക്കുമോ? പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും വിൻഡോ ഷോപ്പിംഗ് അത് നിർബന്ധം. വേറെ എവിടെ പോയില്ലെങ്കിലും ഷോപ്പിംഗ് സ്ട്രീറ്റിൽ എന്തായാലും പോകണം. അങ്ങനെ ഏട്ടനെ ഷിഫ്റ്റ് ഇല്ലാത്ത ടൈം നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഏട്ടൻ ഫ്രീ ആയപ്പോൾ ഞങ്ങളടുത്ത് ചോദിച്ചാൽ എവിടെയാണ് പോവാൻ. അങ്ങനെ കുറേ ആലോചിച്ച് ഒരുപാട് സ്ഥലം നോക്കി, പിന്നെ കുറേ കഫേയൊക്കെ നോക്കി. അവസാനം ശിവജി നഗറിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ടൊന്നും വാങ്ങിക്കാനൊന്നുമില്ല, ചുമ്മാ ഈ ബാംഗ്ലൂർ വന്നതല്ലേ അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ബാക്കിയുള്ള ഒരുവിധം എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട്, ശിവജി നഗറിൽ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഇതിന് എതിരഭിപ്രായം ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ശിവജി നഗറിലേക്ക് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഫ്രണ്ടിലുള്ള കാറിൽ കണ്ടോ, മഴയൊന്നുമില്ല, പക്ഷെ അവിടെ വൈപ്പർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പം അതിനെന്തോ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഗൂഗിൾ മാപ്പ് വഴി വന്നതുകൊണ്ട് വേറെ ഏതൊരു ചെറിയ കുറുക്ക് വഴി കൂടെ വന്നു. അപ്പം നന്നായിട്ട് ബ്ലോക്കിൽ പെട്ടു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ബ്രൈഡ് ടു ബിക്ക് എല്ലാവർക്കും കൂടെ ഇട്ടാലോ എന്നുള്ള പ്ലാനൊക്കെ. അങ്ങനെ കുറേ പോയപ്പോൾ ഒരുപാട് കട, രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ കിട്ടുന്ന കട. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് പ്ലാൻ വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു ട്രോളി ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അത് തപ്പിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ട്രോളി മാത്രമല്ല ലക്ഷ്യം, കാണുന്ന കടയിലൊക്കെ ഞങ്ങൾ കയറി എല്ലാ സാധനങ്ങളുടെ വിലയും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഋഷുവിന് മാത്രം മടുത്തു. കുറച്ച് നടക്കുമ്പോഴേക്കും, അതായത് ഒരു 5-10 മിനിറ്റ് നടന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ആൾ കുഴങ്ങി, ആൾ കരയാൻ തുടങ്ങി, ആൾ ഭയങ്കര ഡിസ്റ്റർബ്ഡായി. പിന്നെ അവസാനം അവൻ്റെ പപ്പേൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പം മിണ്ടാതെ നിന്ന് നടക്കുന്നുണ്ട്, എൻ്റെ അനിയൻ്റെയും അവൻ്റെ പപ്പേൻ്റെയും കൈ പിടിച്ച്. അങ്ങനെ ഞങ്ങൾ എല്ലാ ട്രോളി ഷോപ്പിലും നോക്കുന്നുണ്ട്. പക്ഷേ കാണുന്നതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി, ഭയങ്കര വില പറയാം. ആക്ച്വലി ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ ബാർഗെയിൻ ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ലപോലെ കുറച്ച് കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. രണ്ട് സൈഡിലും കുറേ ഡ്രസ്സിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകൾ. പിന്നെ അതേപോലെ ബ്രൈഡൽ വെയർസ്, ലെഹങ്കാസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. പിന്നെ കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് എല്ലാ കടകളിലും കയറി ഞങ്ങൾ വിലയൊക്കെ ചോദിച്ച് മെല്ലെ നടക്കാൻ തുടങ്ങി. ഈ ലെഹങ്കയൊക്കെ കണ്ടു, നല്ല അടിപൊളിയാണ്. ഇതിനെന്തോ ചെറിയ റേറ്റേ ഉള്ളൂ. പിന്നെ നോ ബാർഗെയിനിങ് എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാ സ്ഥലത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മിക്ക കടകളിലും ഓഫറിൽ ഇട്ടിട്ട് 2500, 2000 ആ റേഞ്ചിലൊക്കെ ലെഹങ്കാസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കയറി ചോദിച്ച എല്ലാ കടകളിലും ട്രോളിക്ക് മാത്രം ഭയങ്കര ഓവർ റേറ്റഡ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ നടന്നപ്പം അവിടെ ഒരു പള്ളി എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇങ്ങനത്തെ കുറേ കടകൾ, അവിടേക്കുള്ള ഓരോ സാധനങ്ങൾ, മേടിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ നടന്ന് മടുത്തപ്പം മതിവാ തിരിച്ചു പോകാമെന്നുള്ള മൂടായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി കട ഉണ്ട്, തമാക്ക് എന്ന പേര്. അങ്ങനെ അവിടെ കയറി ഭയങ്കര ലേറ്റായിരുന്നു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഫുഡൊക്കെ കിട്ടി, എൻ്റെ അനിയനും ഏട്ടനും ഓർഡർ ചെയ്തത് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അമ്മമ്മയ്ക്കൊരു പാർസൽ വാങ്ങിച്ച് വീട്ടിൽ പോയി.